ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി ആരാണ്, അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ഓവറോൾ എനർജി ആൻഡ് സിറ്റുവേഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അപ്പോൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി ആരാണ്, എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കാണും. ഓക്കെ, ഫസ്റ്റ് എനർജി ഫൂളാണ്. ഏസ് ഓഫ് കപ്സ് എനർജി, നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. സിക്സ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെക്കാൾ ഏജ് കുറഞ്ഞൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏജ് ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പിയറൻസിൽ അവർ ചിലപ്പോൾ വളരെ യങ് ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചൈൽഡിഷ് നേച്ചർ, ഒരു ഇമ്മെച്യൂരിറ്റി ഒക്കെ കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഏത് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഇവർ തന്നിട്ടുള്ള സ്നേഹമായിരിക്കും ചിലപ്പോൾ ആദ്യമേ തന്നെ മനസ്സിനകത്ത് വരുന്നത്. അത്രയേറെ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പോൾ ഇത്ര ഇഷ്ടം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർ കൺട്രോൾ ചെയ്യുന്നതൊന്നും ചിലപ്പോൾ ഒട്ടും ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സണ് ചിലപ്പോൾ പെട്ടെന്നൊരു ദേഷ്യം വരുത്തുന്നതോ അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്ത് നടത്താൻ ആയിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഏത് കാര്യത്തിനകത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചില വ്യക്തികളെ നമുക്ക് കാണാറുണ്ട്, അവരത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലർ അങ്ങനെയല്ല, പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്ത് പല പല വഴികളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി ഒരു പക്ഷേ ഒരു പേഴ്സൺ ഉണ്ടായേക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ മുൻപരിചയമുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ എല്ലാം എല്ലാമായി തീർന്നതായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ബാല്യകാല സുഹൃത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, നിങ്ങളുടെ ഒരു റിലേറ്റീവോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് വളരെ നാളുകൾക്ക് മുൻപേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ അറിയാമായിരിക്കാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മുജന്മ ബന്ധം തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നമുക്ക് എപ്പോഴോ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടു മറന്ന മുഖം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വ്യക്തി. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്ന് വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് നിങ്ങൾ പരിചയപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കാളും ചിലപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മെച്യൂരിറ്റി കുറച്ച് കുറവുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ചില സമയത്ത് ഒരു ഇന്നസെൻസ് ബിഹേവിയർ കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. എല്ലാവരെയും പെട്ടെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ക്രൂക്കഡ് ആയിട്ടുള്ള വ്യക്തികളെ മനസ്സിലാക്കാനോ ഒന്നും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കേപ്പബിൾ ആയിരിക്കില്ല. അവരവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. കൂടുതൽ ആലോചിച്ച് തലപുകച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല. ചിലപ്പോൾ എടുത്തിയാട്ടം കുറച്ച് കൂടുതലുള്ളൊരു വ്യക്തിയും ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഓവറോൾ എനർജി ആൻഡ് സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, എംപ്രസ്, 10 of Pentacles, Queen of Cups, 9 of Cups, 7 of Wands, Knight of Pentacles, Queen of Wands, Devil energy,
ടെൻ ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, സിക്സ് ഓഫ് വാൻസ്, ഹാങ്ഡ് മാൻ, ഓക്കെ, സ്റ്റാർ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കിയപ്പോൾ അവർ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇമോഷൻസിന് ഒരുപാട് വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം. നമുക്ക് എംപ്രസ് എനർജി, ക്യൂൻ ഓഫ് കപ്സ്, നയൻ ഓഫ് കപ്സ് ഒക്കെ പോലെ അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന എനർജീസ് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മേ ബി ചിലപ്പോൾ നിങ്ങളൊരു ഫാമിലിയായി മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ അത്രയും സ്ട്രോങ് ആയിട്ട് കണ്ട ഒരു റിലേഷൻഷിപ്പ്, സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടുണ്ടാവാം. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാവാം. അപ്പം അത്രയേറെ ഒരു സ്ട്രോങ് ആൻഡ് ബോണ്ടിങ് ആൻഡ് കണക്ഷൻ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ പ്രാധാന്യമുള്ള മറ്റൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ഉണ്ടായേക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ്, സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു വ്യക്തി ഈ ഒരു പേഴ്സണൽ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് റിലേഷൻഷിപ്പിനകത്ത് കുറച്ച് സ്ക്രാച്ച് സംഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഫെമിനിൻ എനർജിയാണ് അത്രയും അധികമായിട്ട് നിൽക്കുന്നത്, ഫെമിനിൻ എനർജി തന്നെയാണ്. അപ്പോൾ ഫെമിനിൻ എനർജി ആയതുകൊണ്ട് അത് മൊത്തം ഫീമെയിൽസ് ആണ് എന്നുള്ളൊരു രീതിയിലല്ല പറയുന്നത്. കാരണം നമ്മളിവിടെ ജെൻഡർ വൈസ് അല്ല. ഇപ്പോൾ ഫെമിനിൻ എനർജി ആണെന്നുണ്ടെങ്കിലും അതൊരു ഫീമെയിലിന് തന്നെ ആവണമെന്നില്ല. ഈ പറഞ്ഞ പോലെ മെസ്കുലിൻ എനർജി ആണെന്നുണ്ടെങ്കിൽ അതൊരു മെയിലിന് തന്നെ ആവണമെന്നും യാതൊരു നിർബന്ധമില്ല. എപ്പോഴും അത് ചേഞ്ച് ചെയ്തതും അങ്ങനെ അല്ലാതെയൊക്കെ കാണാറുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഫെമിനിൻ എനർജി കുറച്ച് കയറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതും ആ ഒരു ഫെമിനിൻ എനർജി തന്നെയായിരിക്കും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് സ്നേഹത്തോടു കൂടി പോയ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു മെല്ലെ പോക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് മൂവിങ് എന്നൊക്കെ പറയുന്ന പോലെ ഇരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് മെല്ലെ പോക്കിലേക്ക് പോയിട്ടുണ്ടല്ല, അല്ലെങ്കിൽ അതൊന്ന് സ്ലോ ആയി പോയതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ബൗണ്ടറി വെച്ച് പെരുമാറുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്രയും ജെല്ല് ചെയ്ത് പോയൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പേരും രണ്ട് പാത്രമായി മാറുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു അതിർവരമ്പ് വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇതിനകത്ത് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വീൻ ഓഫ് വോൺസ് എനർജി, അതുപോലെ ഡെവിൾ എനർജി ആൻഡ് ടെൻ ഓഫ് സോഡ്സ് എനർജി, ഇതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് ഒന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നൊന്ന് മാറ്റി നിർത്തിയത് ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ചിലപ്പോൾ അതിനകത്ത് ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ പോലും നിങ്ങളുടെ പേഴ്സണെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെയിൻഫുൾ എൻഡിങ് എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറിയിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ മാറി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള തേർഡ് പാർട്ടി എനർജി നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി പർപ്പസ്ഫുള്ളി ചിന്തിച്ച് പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് നമ്മൾ പറയില്ല. അത്രയും ആ ഒരു തീക്ഷ്ണമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ കൂട്ടുപിടിച്ചിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള അത്രയും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് വന്നത്, അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് വന്നതെല്ലാം ഈ ഒരു ഇൻ്റർഫിയറൻസ് കാരണം തന്നെ ആയിരിക്കണം. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പെയിൻഫുൾ എൻഡിങ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് അത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലർക്ക് നോ കോൺടാക്റ്റ് ആയിരിക്കാം, ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. എന്താണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവണമെന്നില്ല. അപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ്, തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും
ഈ ഒരു പേഴ്സൺ നിങ്ങളെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാം. ആ ഒരു 6 ഓഫ് വൺസ് മീൻസ് അതൊരു വിക്ടറിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നിലോട്ട് പോകണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു സ്റ്റക്നെസ് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഹാങ്ഡ് മാൻ എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാറ്റ് മീൻസ് ഒരു തരം സ്റ്റക്നെസ്, അതൊരു മെൻ്റൽ സ്റ്റക്നെസ് ആവാം, അല്ലെങ്കിൽ മുന്നോട്ട് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഭയമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു എനർജിയുടെ ഒരു സാന്നിധ്യം കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പലതരത്തിൽ ഇതിനകത്ത് റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റക്നെസ് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ മനസ്സിനകത്ത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ആക്ഷനോ കാര്യങ്ങളോ എടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ലെസ് കോൺടാക്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കുമ്പോൾ ഒരു തണുപ്പൻ മറുപടിയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വേണമെന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കാം. ചിലർക്ക് തീർത്തും നോ കോൺടാക്റ്റും ആയിരിക്കാം. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു സ്നേഹം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കറൻ്റ്ലിയും തേർഡ് പാർട്ടിയോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ടല്ല, ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നെഗറ്റീവ് എനർജി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ അതിനകത്ത് പിടിച്ചു നിർത്തുകയാണ്. നമ്മൾ താല്പര്യത്തോടു കൂടി ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിനകത്ത് തളച്ചിട്ട് അവിടെ നിർത്തുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലർക്കെങ്കിലും ഇത് ചിലപ്പോൾ ഒരു സാക്രിഫൈസ് പോലെ വന്ന കാര്യമായിരിക്കാം. അതായത് ഈ തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അവരുടെ ഫാമിലിയോ ഫാമിലി മെമ്പറോ ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനകത്ത് എങ്ങനെയാണോ നമ്മൾ മുന്നിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവിടെ ഇങ്ങനെയുള്ള ചില റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും കൊണ്ട് നമ്മളത് തളച്ചിടുന്ന ഒരവസ്ഥ അങ്ങനെ ആയിരിക്കാനും ചാൻസസ് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഒരു പേഴ്സൺ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അത്രയും ആ ഒരു സ്മൂത്തായിട്ട് പോയ നല്ല രീതിയിൽ പോയ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചത് തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു സ്റ്റാർ എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനകത്തും റീകൺസിലേഷൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നിലോട്ട് പോകാനായിട്ട് ഈ ഒരു വ്യക്തി തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി ആയിട്ട് വരുത്തി വെച്ച ചില തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ വ്യക്തി ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ അവരൊന്ന് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത് പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു ഹോപ്പ് ഉണ്ട്, റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനകത്ത് മാറ്റം വരും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് റീകൺസിലേഷൻ മനസ്സിനകത്ത് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരുപാട് സ്നേഹം നിങ്ങളോടുള്ള ഒരു വ്യക്തിയാണ്. നേരത്തെ നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി മൂലം റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ട് വന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 17, നമ്പർ 12 ആൻഡ് നമ്പർ 15. പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സയൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആൻഡ് സ്ട്രോങ് അക്വേറിയസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പൊതു സ്വഭാവം എടുത്തതുകൊണ്ട് നിങ്ങളുമായിട്ട് എത്രത്തോളം അത് കണക്റ്റ് ആവും അല്ലെങ്കിൽ എത്രത്തോളം റെസനേറ്റ് ആവും എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, തേർഡ് പാർട്ടി എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തന്നെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. കാരണം ഇവിടുത്തെ പ്രശ്നം ഈ ഒരു പേഴ്സണോ നിങ്ങളോ അല്ല, തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടിയുടെ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് ഇതിനകത്ത് ഈ ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി റിമൂവ് ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.